ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നിലവിൽ എറണാകുളത്തെ പിറവം എന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. അതുപോലെ അടുത്ത ആഴ്ച കുമളിയിലായിരിക്കും സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ നടക്കാൻ പോകുന്നത്. ഹൃദയപൂർവ്വം സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും ചില സ്റ്റില്ലുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് സിനിമയുടെ സോങ്ങിൻ്റെ ഷൂട്ടിംഗ് ആണ് നിലവിൽ നടക്കുന്നതെന്നാണ് തോന്നുന്നത്. അതുപോലെ ഓണം റിലീസാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. മലയാളത്തിലും തെലുങ്കിലുമായി ഒരേ സമയം ചിത്രീകരിച്ച് പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ലാലേട്ടൻ്റെ ഋഷഭ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഹോളിവുഡിലെ ടോപ്പ് ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് കമ്പനിയായ കൊണക്ട് മീഡിയ ഇപ്പോൾ ഋഷഭയുടെ നിർമ്മാണത്തിലും പങ്കാളികളാണ്. ഇപ്പോൾ അടുത്ത് ഈ ഒരു കമ്പനി മോബ്സിൻ എന്ന ഹോളിവുഡ് മാർക്കറ്റിംഗ് കമ്പനിയെ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായി മോബ്സിൻ ഹോളിവുഡ് സിനിമകൾക്ക് വേണ്ടിയും സീരീസുകൾക്കും വേണ്ടിയും മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. അവതാർ, അതുപോലെ ഡ്യൂണ, ബാർബി, ജുറാസിക് വേൾഡ്, ദ ലാസ്റ്റ് ഓഫ് US, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസും സ്ട്രേഞ്ചർ തിങ്സ് പോലുള്ള ഫ്രാഞ്ചൈസികളുടെ മാർക്കറ്റിംഗ് ഒക്കെ ഇവരാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവരുടെ ഇന്ത്യയിലെ വർക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ധനുഷിൻ്റെ ഇളയരാജ ബയോപിക്കിലും ലാലേട്ടൻ്റെ ഋഷഭയിലുമാണ് ഇവരിപ്പോൾ പ്രവർത്തിക്കുന്നത്. സിനിമയുടെ മാർക്കറ്റിങ്ങിന് ഇനി എത്ര വലിയ ഹോളിവുഡ് കമ്പനികൾക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും സിനിമയുടെ കണ്ടൻറ്റും മേക്കിംഗ് ഒക്കെ അടിപൊളിയായാലേ സിനിമയും ഒരു വലിയ വിജയമായിട്ട് മാറുള്ളൂ. നന്ദകിഷോർ എന്ന ഡയറക്ടറിൻ്റെ മുൻകാല സിനിമകളൊന്നും അത്ര ഭയങ്കരമായിട്ടുള്ള ചിത്രങ്ങളൊന്നുമല്ല. ഒരു ടിപ്പിക്കൽ തെലുങ്ക് മാസ ചിത്രങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. എന്തായാലും മുൻകാല സിനിമകൾ വെച്ചിട്ട് നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ കാരണം തന്നെയാണ് ഈ ഒരു സിനിമയിൽ ആർക്കും വലിയ പ്രതീക്ഷ ഇല്ലാത്തത്. ഋഷഭ സിനിമയുടെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പീറ്റർ ഹെയ്നാണ്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്കും കൂടി ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമ പൂജ റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഋഷഭ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക.